Kaya nga, matangkad doon. Ito yung buto ng head niya. Ayan, mga buto niya. Sa Baguio. ഹായ്, നമ്മളിപ്പോൾ ഉള്ളതൊരു സെമിത്തേരിക്കകത്താണ് കേട്ടോ. സെമിത്തേരിക്കകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ബാക്കിൽ നിങ്ങൾക്കൊരു ടോംബ് കാണാൻ പറ്റും, ഒരു ശവകുടീരം കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് മരിച്ച ആൾക്കാരെ ശവം അടക്കിയിട്ടുള്ള സ്ഥലമാണ്. മനില സിറ്റിക്കകത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇത് മരിച്ച ആൾക്കാരുടെ സെമിത്തേരി എന്നതിനപ്പുറം ജീവിച്ചിരിക്കുന്നവരുടെ സെമിത്തേരി കൂടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനൊരു പ്രസക്തിയും ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യാനും കാരണം. നമ്മളിപ്പോൾ ഇവിടെ എത്തി, ഇപ്പോൾ അല്ല എത്തിയത്, ഇപ്പോൾ കുറച്ച് രാത്രിയായിട്ടോ. നമ്മളിവിടെ എത്തിയത് മുതലുള്ള വീഡിയോസ് നിങ്ങളൊന്ന് ആദ്യം കണ്ടിട്ട് വരും, എന്നിട്ട് ബാക്കി സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഡാൻ ബ്രോയോടൊപ്പം ഞാൻ അഷ്റഫ് എക്സൽ. വെൽക്കം ടു റൂട്ട് റെക്കോർഡ്സ്. ഒരു ദിവസം വൈകുന്നേരം 5 മണി കഴിഞ്ഞിട്ടാണ് ഞാനും ഡാൻ ബ്രോയും കൂടി മക്കാത്തിയിൽ സിറ്റിയിൽ തന്നെയുള്ള ഇതുവരെ 7 ലക്ഷത്തിലധികം മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുള്ള 62 ഏക്കറിൽ പരന്നു കിടക്കുന്ന മനില സൗത്ത് സെമിത്തേരിയിൽ എത്തുന്നത്. ഒരു സെമിത്തേരി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലൊന്നല്ല കേട്ടോ. ഇത് ശരിക്കും നമ്മളൊരു സിറ്റിയുടെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയ പോലെ തന്നെയാണ്. അതിനകത്ത് കുറേ ആൾക്കാർ, കുറേ കടകളൊക്കെ, അതായത് ഈ വീടില്ലാത്ത ആൾക്കാർ കുറേ പേര് ഇതിനകത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ കടകളൊക്കെ ഒരു ചെറിയതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കുറേ കടകളൊക്കെ. ഈ കടകളിലൊക്കെ ചില ആൾക്കാരൊക്കെ ഇരിക്കുന്നതടക്കം ചില ടോംബിൻ്റെ ഒക്കെ മുകളിലാണ്. ആദ്യം നമുക്ക് ഇതിനകത്തേക്ക് കയറാൻ പെർമിഷൻ തന്നില്ല അവർ. സമയം കഴിഞ്ഞു, അതായത് വിസിറ്റേഴ്സിനുള്ള സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു. നമ്മൾ ഈവനിങ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നല്ലോ. ഇപ്പോൾ സമയം ഏകദേശം 5:30 മണിയാണ്. അപ്പോൾ 5 മണിക്ക് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞവർ. പിന്നെ നമ്മൾ കുറേ റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ട് കയറ്റിയതല്ല ആക്ച്വലി. നമ്മൾ വേറൊരാൾക്ക് വണ്ടിക്കകത്ത് കിടക്കാൻ വേണ്ടിയിട്ട് തുറന്ന സമയത്ത് അതിൻ്റെ ഗ്യാപ്പിൽ കൂടി ഞാൻ ഇങ്ങോട്ട് കയറി. പിന്നെ പുള്ളിയോട് ഇങ്ങനെ സംസാരിച്ച് പുള്ളി ഇങ്ങോട്ട് പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിങ്ങോട്ട് വന്നു. കണ്ടോ, ഇവിടെ കുട്ടികൾ കളിക്കുന്നതൊക്കെ കണ്ടോ, ആളുകൾ അലക്കുന്നു, തുണി അലക്കുന്നു, ഇവിടെ ആളിരിക്കുന്നതൊക്കെ കണ്ടോ. ഇവരൊക്കെ ഇവിടെ താമസിക്കുന്നതാണ്. ഇവിടെ ചെറിയ കടയുണ്ട് കണ്ടോ, തുണി അലക്കുന്നുണ്ടോ. ഇവരൊക്കെ ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. ഇവരെവിടെയാണ് കിടന്നുറങ്ങുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവരെനിക്ക് കാണിച്ചു തന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലം. ഇതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ കണ്ടോ, ജസ്റ്റ് ഒരു ഷെഡ് പോലെ ഉണ്ടാക്കിയിരിക്കുകയാണേ. കണ്ടോ, ഈ ഫാമിലിൻ്റെ ബെഡ്റൂമിനകത്തുള്ളതാണ്. ഫ്ലോറൻസിയ ജി റബൂക്കോ എന്ന് പറയുന്ന 1919 നവംബർ 7 ജനിച്ചിട്ട് 1996 ഒക്ടോബർ 20 മരിച്ച ഒരാളുടെ ശവകുടീരാണ്. പക്ഷേ ഇതിൻ്റെ മുകളിൽ ഇവർ ബെഡാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലാണ്. അപ്പുറത്ത് വേറൊരെണ്ണം കൂടി ഉണ്ട്. രണ്ടും തമ്മിൽ കണക്ട് ചെയ്തിട്ടൊരു പലക വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇവർ കടന്നുറങ്ങുന്നത്. സോ ദിസ് ഈസ് ദെയർ ബെഡ്റൂം. കണ്ടോ, ഫാനൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ. ഇതാണ് അവസ്ഥ. ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരുടെ സെമിത്തേരിയാണത്. അപ്പോൾ ഇവരോട് കടന്നുറങ്ങുക മാത്രമല്ല, ഇവിടുന്ന് ഇവർ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഈ സെമിത്തേരി വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളുകളുണ്ടല്ലോ, ഈ ടൂറിസ്റ്റുകളൊക്കെ വിസിറ്റ് ചെയ്യും കേട്ടോ ഈ സെമിത്തേരി. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ചെറിയ വെള്ളവും ചെറിയ സ്നാക്സും ഒക്കെ ഇവർ വിൽക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ മൊത്തത്തിൽ ഇവർ ഈ സെമിത്തേരിക്കകത്ത് തന്നെയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും, ജീവിതം മുഴുവൻ. അതായത് 300ഓളം പേര് ഈ സെമിത്തേരിക്കകത്ത് ഇങ്ങനെ ചെറിയ കടകളൊക്കെ വെച്ചിട്ട് ഈ ടോംബിൻ്റെ ഒക്കെ മുകളിൽ, ഈ ശവകുടീരങ്ങളുടെ മുകളിൽ അത് ബെഡാക്കിയിട്ടൊക്കെ കിടന്നുറങ്ങിയിട്ടൊക്കെ ജീവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും നവംബർ 1, 2, 3 അതായത് ഓൾ സോൾസ് ഡേയും ഓൾ സെയിൻസ് ഡേയും ഒക്കെ പറഞ്ഞിട്ട് ഓരോ വിശേഷ ദിവസങ്ങൾ വരും. ആ സമയത്ത് ഇവിടെ മറവ് ചെയ്തിട്ടുള്ള ആളുകളുടെയൊക്കെ ബന്ധുക്കൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും.
അപ്പോൾ ആ സമയത്ത് ആ 2-3 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഇവരിവിടുന്ന് മൊത്തം റിമൂവ് ചെയ്യും ഇത്രേ. ഇവരുടെ ഈ വീട് പോലെ ഉണ്ടാക്കിയ സംഭവങ്ങളും അവരുടെ ബെഡും ഭക്ഷണം ഉണ്ടാക്കുന്ന സംഭവങ്ങളും, അതായത് അവരുടേതായിട്ടുള്ള എല്ലാ സംഗതികളും അവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ എങ്ങോട്ടേലും കൊണ്ടുവയ്ക്കും. ഇതിവിടെ ഫുള്ള് ക്ലീൻ ചെയ്യും. അപ്പോൾ ഈ മരണപ്പെട്ട ആൾക്കാരുടെ ബന്ധുക്കളൊക്കെ വരുമ്പോൾ ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. എന്നിട്ട് ആ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇവർ ഇതൊക്കെ തന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നിട്ട് ഇവിടെ താമസം തുടങ്ങും അത്രേ. നമുക്ക് എന്തായാലും കുറച്ചുകൂടി മുന്നോട്ട് നടന്നു നോക്കാം. ഇവിടെ ഇങ്ങനെ ഓരോ സ്ട്രീറ്റിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. സ്ട്രീറ്റ് ജെ, സ്ട്രീറ്റ് കെ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്രോസ് റോഡുകളൊക്കെ വരുന്നുണ്ട്, നമുക്ക് ഇങ്ങനെയും പോകാൻ പറ്റും. So this is Alma Padilla. So they live here already for 20 years already. ഈ ചേച്ചിയുടെ വീടാണിത് കേട്ടോ. വീടെന്ന് പറഞ്ഞുവിടാ, ഈ ടോംബാണ് ശരിക്കും. ഇതിനകത്ത് കണ്ടോ, ഇവർ പൂട്ടിയിട്ടേക്കാണ്. ഇതിനകത്തൊരു ടോംബുണ്ട്, ഒരു ശവകുടീരം. അതിൻ്റെ മുകളിലും കണ്ടോ ബെഡുണ്ട്, ബെഡ് വിരിച്ചേക്കണുണ്ടോ. അവിടെ ഈ ചേച്ചി അവിടെയാണ് കിടന്നുറങ്ങുന്നത്. പിന്നെ ചേച്ചിയുടെ മകനും പിന്നെ പേരക്കുട്ടികളും ഒക്കെ ഉണ്ട്. അവർക്ക് അതിൻ്റെ അപ്പുറത്തെ ചെറിയ സ്പേസിലും കിടന്നുറങ്ങും. കണ്ടോ, ഇത് നേരത്തെ കണ്ടതുപോലെ ഇവരുടെ ഒരു ബെഡ്റൂം. ഇവരിവിടെ കുറച്ചധികം ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ശരിക്കും ഒരു വീട് പോലെ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് അതിനകത്ത് അതിൻ്റെ അപ്പുറത്തുള്ള പോർഷനിൽ വേറെയും ശവകുടീരുണ്ട്. ഒരു 4-5 മൃതദേഹങ്ങൾ മറവ് ചെയ്ത ഒരു സ്ഥലം മാത്രമാണിത്. അവരുടെ വീടല്ല ആക്ച്വലി. പക്ഷേ 20 വർഷമായിട്ട് ഇവർ ഇതിൻ്റെ അകത്താണ് താമസിക്കുന്നത്. ഇവരുടെ വരുമാനം എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇവർക്ക് അവിടെ പ്രത്യേകിച്ച് കച്ചവടം ഒന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവരുടെ വരുമാനം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയാണ് പിന്നെ ഈ ടോംബുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഏൽപ്പിക്കുത്രേ. ഈ ശവകുടീരങ്ങളുടെയൊക്കെ, അതായത് ഈ മരിച്ച ആൾക്കാരുടെ റിലേറ്റീവ്സ് അവരുടെ ശവകുടീരങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാനും കാട് പിടിക്കാതെ നോക്കാനും തുടച്ച് വൃത്തിയാക്കാനൊക്കെ ഇവർ ഏൽപ്പിക്കുത്രേ. അപ്പോൾ മന്ത്ലി 100 പൈസയാണ് ഒരു ശവകുടീരം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവർ കുറച്ചധികം ശവകുടീരങ്ങൾ മെയിൻ്റനൻസിന് എടുക്കും. അപ്പോൾ അവർ പേ ചെയ്യുന്ന വരുമാനം കൊണ്ടാണ് ഇത്രേ ഇവരൊക്കെ ജീവിക്കുന്നത്. Wash reusable cloth masks properly. Replace the mask with a new one. ഇദ്ദേഹം ഡാൻത്തെ കേട്ടോ, ഡാൻത്തെ അപ്പൂപ്പൻ. പുള്ളിയും പുള്ളിയുടെ വൈഫും പിന്നെ പുള്ളിയുടെ മോനും കൂടെ താമസിക്കുന്ന വീടാണിത്. ആക്ച്വലി വീടല്ല, ഇതും ഇതുപോലെ തന്നെ കണ്ടോ. നമ്മളിങ്ങോട്ട് കടക്കുമ്പോൾ തന്നെ നമ്മളെ വീടിൻ്റെയൊക്കെ മതിൽ പോലെ ഇവിടെ 2 ശവകുടീരങ്ങൾ കാണാം. പിന്നെ ഇങ്ങോട്ട് കയറുമ്പോൾ കണ്ടോ അവരുടെ ലിവിങ് സ്പേസ് ആണ് ഇതൊക്കെ കേട്ടോ. അവർ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളും കണ്ടോ. ഇവിടെ അവർ അലക്കുന്ന സ്ഥലം, ഇവിടെ ഫുള്ള് ശവകുടീരങ്ങൾ തന്നെയാണ്. പിന്നെ ഇതാ ഇവിടെ അതാണ്, ഇവരുടെ സിറ്റ് ഔട്ട് പോലത്തെ സ്പേസ് ആണ് കണ്ടോ. ഇവിടെ ഇതാ ഒരു ടോംബായിരിക്കുന്നത് കണ്ടോ. പിന്നെ ഇത് നമ്മുടെ ഡാൻബ്രോ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇവരുടെ ബെഡ്റൂം. ഇവിടെ പക്ഷേ ഒരു ടോംബിൻ്റെ മുകളിലല്ല, ഒരു സൈഡ് ഒരു ടോംബാണ്. സൈഡ് മാത്രമല്ല, ചുറ്റുപാടും ടോംബുകൾ തന്നെയാണ്. നമ്മുടെ ഡാൻത്തെ അപ്പൂപ്പൻ്റെ അയൽവാസിയാണ് കേട്ടോ. അയൽവാസി ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നേക്കുവാണ്. 10 years. ഓക്കെ, അവരിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായെന്ന് പറഞ്ഞു. നമ്മുടെ ഡാൻത്തെ അപ്പൂപ്പനും ഫാമിലി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 18 വർഷമായി എന്നാണ് പറയുന്നത്. ഇവിടെ ലുക്ക്, ദിസ് വൺ ഈസ് ഓപ്പൺ. ഓ കണ്ടോ, ഇവരുടെ ടൂത്ത് ബ്രഷും ടൂത്ത് പേസ്റ്റും സോപ്പും സോപ്പ് പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നുണ്ടോ. ഒരു ശവകുടീരത്തിൻ്റെ സൈഡിലുള്ള ഒരു സ്പേസിലാണ് കേട്ടോ. ഇതാണ് കേട്ടോ അവരുടെ അടുക്കള. ഇവർ കുക്ക് ചെയ്യുന്ന സ്ഥലം ഇതാണ് കണ്ടോ. കുറച്ച് ചോറ് വൈകുന്നേരത്തേക്കുള്ള ഇവിടെ സെറ്റാണ്. It's still hot, bro. Hot? Yeah. Okay. And they use those stuff to get water. Yes. കണ്ടോ, ഈവനിങ് ആയപ്പോൾ ഇങ്ങനെ പുറത്ത് സിറ്റ് ഔട്ടിൽ വന്ന് റേഡിയോ ഒക്കെ കേട്ടിട്ട് ഇരിക്കുകയാണ് നമ്മുടെ ഡാൻത്തെ അപ്പൂപ്പൻ. ഓക്കെ, ബൈ. സലാമത്ത്. മമ്മി ഫ്രാൻഷ്യ. ഇവർക്കിവിടെ അങ്ങനെ ടോയ്ലറ്റ് സൗകര്യമോ അല്ലെങ്കിൽ ബാത്റൂം സൗകര്യമോ ഒന്നും ഇല്ല കേട്ടോ. വെള്ളം പോലും ഇവരുടെ ഈ സ്ഥലത്തൊന്നുമില്ല. കാരണം ഇതൊരു സെമിത്തേരിയാണ്. ഇവിടെ ഒന്നും പൈപ്പ് ലൈൻ ഇടേണ്ടയും വെള്ളം സപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഫ്രണ്ടിൽ എവിടെ ഒരു ടാപ്പോ എന്തോ ഉണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇവർക്ക് അവിടെ പോയിട്ട് വെള്ളം കൊണ്ടുവരണം. പിന്നെ കുളിക്കുന്നതും അതുപോലെ ടോയ്ലറ്റിൽ പോകുന്നതൊക്കെ
എവിടെയെങ്കിലുമൊക്കെയാണ്, അതിന് പ്രത്യേക സ്ഥലങ്ങളൊന്നുമില്ല. ഈ ടോംബുകളുടെയൊക്കെ ഇടയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ അവരത് കാര്യം സാധിക്കും. അതാണ് അവസ്ഥ. പിന്നെയും കുറേ മുമ്പിലേക്ക് നടന്നു കേട്ടോ. ഈ ഭാഗത്തൊക്കെ കുറച്ച് വൃത്തിയില്ലാത്ത പോലെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ നല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിട്ട്. ഇവിടെ കണ്ടോ ഒരെണ്ണം ഓപ്പണാണ്. ബ്രോൻ്റെ ഒരു സുഹൃത്ത് കൂടി നമുക്ക് കൂടെ ഉണ്ട് കേട്ടോ. ബ്രോ പ്ലീസ് റിമൂവ് യുവർ മാസ്ക് ആൻഡ് യു പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. And I'm a street photographer here in Manila. Okay. And I'm ആക്ച്വലി ഞാനിവിടെ ഇന്ന് രാത്രി നമുക്കിവിടെ സെമിത്തേരിക്കകത്ത് കഴിയാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഡാൻ ബ്രോ ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്താണ് കേട്ടോ. എന്നിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് പങ്കസിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇന്ന്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഡാൻ ബ്രോ പറയുന്നത് പുള്ളിക്ക് ഇന്ന് രാത്രി 1 മണിക്ക് ഡ്യൂട്ടി ഉണ്ട്, നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. പുള്ളി തന്ത്രം പ്രയോഗിച്ചാണെന്നോ? ഓക്കെ നത്തിങ്. അപ്പോൾ ചിലപ്പോൾ പേടിയായതുകൊണ്ടേ ഡ്യൂട്ടി ഉണ്ട് എന്ന് പറഞ്ഞായിരിക്കും, പറയാൻ പറ്റില്ലല്ലോ, ചോദിച്ചു നോക്കണം. അപ്പോൾ 10 മണിയാകുമ്പോൾ പുള്ളിക്ക് പോകണം. 10 മണി വരെ പുള്ളി ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് ഇതിനകത്ത് കഴിയുന്ന Basically, guys, there's a lot of struggle before we manage to go inside. ഇതിനകത്തേക്ക് കിടക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടിയെന്നാണ് പുള്ളി പറയുന്നത്. അതായത് പിന്നെ ഒറ്റയ്ക്ക് കിടക്കുന്നതിനെ കുറിച്ചിട്ട് എനിക്ക് വേറെ വേവലാതികളൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ, ഇവിടെ നിൽക്കുന്ന ആൾക്കാർ എത്രത്തോളം സേഫ് ആണെന്ന് എനിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ എന്തെങ്കിലും കാട്ടി നിൽക്കാൻ പറ്റുമോ ചോദിച്ചു പുള്ളി എടുത്ത് എൻ്റെ കൂടെ. അപ്പോൾ പുള്ളി ഇനി നിൽക്കാൻ പറ്റില്ലെങ്കിൽ ശരി ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വരുന്ന വഴിക്ക് ഫോണിലാണ് സംസാരിച്ച ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉണ്ട് പുള്ളിയുടെ ഫ്രണ്ടിനെയും വിളിച്ച് അറേഞ്ച് ചെയ്തേക്കണു. ഇനി പുള്ളിക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ആണ് ഈ ഫ്രണ്ടിനെ ഏർപ്പാടാക്കി തന്നിട്ടുള്ളത്, വിളിച്ചു വരുത്തിയത്. അപ്പോൾ എന്തായാലും ഞാനും I remember, bro, I said please for 5 times in the guard. കുറേ പ്ലീസ് ഒക്കെ പറഞ്ഞിട്ടാണ് അവിടുത്തെ സെക്യൂരിറ്റിക്കാരകത്തേക്ക് നടത്തിയത്. അതാ പറയുന്നത് പുള്ളി. അപ്പോൾ ഞാനും ഈ ബ്രോയും കൂടിയാണ്, പുള്ളിയുടെ പേര് എനിക്ക് ഇതുവരെ പഠിച്ചിട്ടില്ല കേട്ടോ. ഞാനും ഈ ബ്രോയും കൂടിയാണ് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാൻ പോണത്. വീണ്ടും കുറച്ച് നടന്നപ്പോൾ നമുക്ക് ഇവിടെ ചെറിയ ഷോപ്പ് കിട്ടിട്ടോ. അപ്പോൾ എന്തെങ്കിലും വെള്ളം കുടിക്കാന്ന് വിചാരിച്ചിട്ട് നിന്നതാണ് ഇവിടെ. എന്തൊക്കെയോ പറഞ്ഞ് ശരിക്കുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലാവണില്ല. Ilang years na po kayo nakatira dito? Ever since the war began. എൻ്റെ അമ്മോ, പുള്ളിക്കാരെ വെള്ളം എടുക്കണ്ട കേട്ടോ. അത് ഇനി വേറെ ടോമ്പിന്റെ ഉള്ളിൽ നിന്ന് വല്ലതും ആണോ നോക്കട്ടെ. ഓക്കെ താങ്ക് യു. ഇവരെല്ലാത്തിനും ഉപയോഗിക്കുന്ന ശവകുടീരങ്ങളാണല്ലോ. ഞാൻ വിചാരിച്ച് വെള്ളം വെച്ചിരിക്കുന്നത് അതിനകത്ത് എങ്ങാനും ആണോ എന്ന്. അപ്പോൾ ഒരു ചെറിയൊരു ഐസ് ബോക്സ് ആണ്, കുഴപ്പമില്ല. Hi, hello. ഹലോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമുക്ക് പകലധികം സമയം കിട്ടിയില്ല. ഇനിയും കുറേ കുടുംബങ്ങൾ ഇതുപോലെ അതിനകത്ത് താമസിക്കുന്നവരുണ്ട് കേട്ടോ. 20 വർഷം, 15 വർഷം, 30 വർഷമൊക്കെ ആയിട്ട് ഈ സെമിത്തേരിക്കകത്ത് തന്നെ താമസിക്കുന്ന ആൾക്കാരാണ്. ശരിക്കും ഇതുവഴി ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഒരു ഹൗസിംഗ് കോളനിക്കകത്ത് കൂടെയൊക്കെ നടക്കുന്ന പോലെയാണ്. It's really my first time to visit a different kind of cemetery here in the Philippines, especially here in Manila. In province we have a lot. Yes. We don't need to take risks like this because in there you can go every time, anytime, without no guards. Something like that. അതാണ് ഇവിടെ വിസിറ്റേഴ്സിന് കറക്റ്റ് ടൈമുണ്ട്. പിന്നെ ഇവിടെ ജീവിക്കുന്ന കുറേ ആൾക്കാരെ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോൾ ഏകദേശം 300ഓളം പേരാണ് ഇവിടെ കുടുംബങ്ങളായിട്ട് താമസിക്കുന്നവർ. അവരുടെ റിലേറ്റീവ്സൊക്കെ അടക്കം ഇവിടെ വരും. അവർക്കൊന്നും പ്രത്യേകിച്ച് ടൈം പ്രശ്നമല്ല. പക്ഷേ വിസിറ്റേഴ്സിന് ടൈമിംഗ് പ്രശ്നമുണ്ട്. ഇനി നമുക്ക് നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഇന്ന് ഇവിടെ കഴിയണം. അതുപോലെ തന്നെ ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ബാക്കിയുള്ള രാത്രിയിലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ, മീൻസ് അവരുടെ കുക്കിങ്ങോ അതുപോലെ അവരുടെ ബാക്കിയുള്ള ഡെയിലി ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ നമുക്ക് കാണണം. അതുപോലെ അതൊക്കെ പറ്റുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യുകയൊക്കെ വേണം. ഇപ്പോൾ എന്താ പറയുക, ഞാൻ ആകെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഒരു സെമിത്തേരിക്കകത്ത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് താമസിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമിത്തേരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരു 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്തോടെ തന്നെ നമ്മൾ പോകില്ല. അത്രയും പേടിപ്പെടുത്തുന്ന കഥകളും സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ ഓൾറെഡി കുറേ ആൾക്കാർ കുടുംബങ്ങളായിട്ട് ഈ ടോമ്പിൻ്റെ മുകളിൽ പായ വിരിച്ച് കുഞ്ഞു കുട്ടികളടക്കം കടന്നുറങ്ങുന്ന സ്ഥലമാണ്.
അപ്പോൾ ഞാൻ നാട്ടിൽ പിടിച്ചിട്ടൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോൾ കുറേ പേര് വേണോടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. അതിനകത്ത് വേറെ വലിയ സംഭവമൊന്നുമല്ലോ. മരിച്ച ആൾക്കാരെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെയും കുറച്ച് എനിക്ക് പേടി ഇവിടെ ഇതിനകത്ത് ജീവിക്കുന്ന ആൾക്കാരിൽ എത്ര പേര് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരുണ്ടോ നമുക്ക് അറിയില്ലല്ലോ. ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഡാൻബ്രോ പക്ഷെ പോവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഒന്നുകൂടി ഒന്ന് ചുറ്റി കറങ്ങി നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാഴ്ചകളുണ്ടോ നോക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഇവിടെ പറ്റില്ല, ഇവിടെ ചെറിയൊരു കാട് പോലത്തെ അവസ്ഥയാണ് കേട്ടോ. നമുക്ക് വേറെ കുറച്ച് വൃത്തിയുള്ള സ്ഥലത്ത് പോയിട്ട് കിടന്നുറങ്ങാനുള്ള സെറ്റപ്പൊക്കെ നോക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് നടന്നു നോക്കാം. ഒന്നും നടന്നില്ല ഫ്രണ്ട്സ്, ഒന്നും നടന്നില്ല. അതായത് വലിയ പ്ലാനായിരുന്നു നമുക്ക് രാത്രി അവിടെ നിന്നിട്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ, അവരുടെ ഭക്ഷണം ഉണ്ടാക്കലും അങ്ങനെയുള്ള ബാക്കിയുള്ള ആക്ടിവിറ്റീസും ഒക്കെ നമുക്കൊന്ന് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ആണ് അവിടെ നിന്നത്. ലാസ്റ്റ് നമ്മൾ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സെക്യൂരിറ്റിക്കാരെ ഞങ്ങളെ കണ്ടിട്ട് ഓടിച്ചു വിട്ടു. പണ്ടങ്ങനെ ആർക്കും വേണമെങ്കിൽ പോയി നിൽക്കാനൊക്കെ പറ്റിയിരുന്നു അത്രേ. പക്ഷേ ഇപ്പോൾ അവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സന്ദർശകർക്ക് ഒരു ടൈമൊക്കെ ഉണ്ട്. വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ പിന്നെ കടക്കാൻ പറ്റില്ല. ഒന്ന് കറങ്ങി അടിച്ചിട്ട് അവരുടെ ജീവിതം ഒക്കെ കണ്ടതിന് ശേഷം തിരിച്ച് വന്നിട്ട് എവിടെയെങ്കിലും സ്ഥലത്ത് സെറ്റ് ആവണമെന്ന് കിടന്നുറങ്ങണം എന്നൊക്കെ പ്ലാന്. ഞാൻ എൻ്റെ ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഡാൻബ്രോ ആദ്യം പോകുമെന്ന് പറയുന്നു. പിന്നെ പുള്ളി ലീവ് പറഞ്ഞു. പുള്ളിക്കും എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് പുള്ളി ലീവ് വിളിച്ച് പറഞ്ഞിട്ട് പുള്ളി നിൽക്കാം, 3 പേർക്ക് കൂടി അവിടെ നിൽക്കാന്നൊക്കെ പ്ലാനായിരുന്നു. പക്ഷേ ഇറങ്ങി നടക്കുന്ന സമയത്ത് സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല, അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. ഓടിച്ചു വിട്ടു. പുറത്ത് പോരേണ്ടി വന്നു. ഏകദേശം ഒരു 9 മണി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പുറത്തേക്ക് പോരേണ്ടി വന്നു. അപ്പോൾ നമ്മൾ പിന്നെ ആ മനില സൗത്ത് സെമിട്രിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. പിന്നെ പുറത്തേക്ക് വന്നിട്ട് ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ ഞാനൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ബാഗ് വെക്കാൻ വേണ്ടി ചെറിയൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാഗൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്തത് വലിയ ഭാഗ്യം. ആ സമയത്ത് പുറത്താക്കിയപ്പോൾ ഞാനും ഡാൻബ്രോയും കൂടി ഇവിടെ വന്നിട്ടാണ് താമസിച്ചത്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പിന്നെ ഞാൻ 2-3 ദിവസമായിട്ട് പങ്കസിനാനിന്ന് എൻ്റെ താടിയൊക്കെ ഒന്ന് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. താടിയും മുടിയൊക്കെ. അതിനവിടുന്ന് സമയം കിട്ടിയിരുന്നില്ല. അപ്പോൾ അവിടെ വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ പിന്നെ ബാർബർ ഷോപ്പിൽ പോകാൻ പറ്റില്ല. ചിലപ്പോൾ തുറന്നിട്ടുണ്ടാവും, പക്ഷേ അതിനകത്ത് അവന്മാർ ഇരുന്നിട്ട് വെള്ളം അടിക്കുകയൊക്കെ ആയിരിക്കും. 2-3 സ്ഥലത്ത് പോയപ്പോൾ അതാണ് അവസ്ഥ. അതുകൊണ്ട് ആ സമയത്ത് പോകാതിരിക്കണം ബെറ്റർ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ഇന്നലെ വരുമ്പോൾ ഒരു ബാർബർ ഷോപ്പ് ഓപ്പൺ ആയിട്ട് കണ്ടു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളോട് പറയാം, അയാൾ വെള്ളം അടിച്ചിട്ടില്ല, സ്മെല്ലൊന്നുമില്ല. പക്ഷെ വേറെ എന്തോ ഒരു സംഗതി, ലഹരി പുള്ളിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ കാര്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തു കേട്ടോ. മുടിയൊക്കെയാണ് വെട്ടി, കുറച്ച് ഇവിടെയൊക്കെ പോയി പിന്നെ ഫിലിപ്പിനോസിനെ വെട്ടുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു. താടി ഞാൻ പറഞ്ഞു കൊടുത്തതൊന്നും പുള്ളി കേട്ടിട്ടേ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ആ മറ്റേ ട്രിം എടുത്ത ഒറ്റ വെപ്പ് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നതിന് മുമ്പ് കംപ്ലീറ്റ് പോയി. അതായത് ഫുള്ള് ഭാഗം പോയി കിട്ടി. ഞാനൊരു 3 വർഷമായിട്ട് ഞാൻ ഈ താടി ഉണ്ടായിരുന്ന അവസ്ഥയിലായിരുന്നു. ഇപ്പം കംപ്ലീറ്റ് പോയി ബോസ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താ പറയുക, ഇത്രയും ഭാഗം അങ്ങോട്ട് പുള്ളി ഒറ്റയടിക്ക് തന്നെ ടക്ക് നട്ടിട്ട് പോയി. എനിക്കൊന്നും പറയാൻ പോലും സമയം കിട്ടിയില്ല, അപ്പോഴത്തേക്ക് പോയി. പിന്നെ എന്തായാലും ബാക്കിയും കൂടി ചെയ്യാൻ പറഞ്ഞു. ഒരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് പുള്ളി ഇങ്ങനെ ഫ്രഞ്ച് സാധനം ആക്കി തന്നു കേട്ടോ. അതാണെങ്കിൽ പോലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കോഴീൻ്റെ തൂവലൊക്കെ പറിച്ച പോലെ വൃത്തികേടാക്കിയിട്ട് പുള്ളിക്കൊരു ബോധമല്ല. ഭയങ്കര ഒരു അബദ്ധമായി പോയി. വേറെ നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ അങ്ങനെ പോന്നിട്ട് പിന്നെ റൂമിലെത്തിയതിന് ശേഷം പിന്നെ ഞാനായിട്ടാണ് ഒരു ഷേവിങ് സെറ്റ് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്നും ഇങ്ങനെ ഒപ്പിച്ച് ഒരുവിധം ക്ലിയർ ആക്കിയത്. എനിക്ക് ശരിക്കും ഇത് അറിയാൻ പോലില്ല, ഞാൻ ചെയ്യാറില്ല സ്വന്തമായിട്ട്. പക്ഷെ ഒരുവിധം ഒന്ന് ഒപ്പിച്ച് ശരിയാക്കി എടുത്തതാണ്. എനിക്ക് ഭയങ്കര എന്താ പറയുക വിഷമമായിപ്പോയി. താടിയും മുടിയൊക്കെയാണ്, അത് വീണ്ടും വരും. പക്ഷെ അതല്ല, എന്നാലും നമ്മൾ വിചാരിക്കാത്തൊരു വൻ അബദ്ധത്തിൽ പോയി പെട്ടാന്നാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമുക്ക് ബത്തങ്കാസ് എന്ന സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ നിങ്ങൾ ഈ സെമിത്തേരിയുടെ കാഴ്ചകളൊക്കെ ചെറിയ വീഡിയോ ആണെങ്കിൽ പോലും ആ ഒരു അവസ്ഥ, അവിടുത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ബൈ.